ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നിക്ഷേപകന് 10,000% കൂടുതൽ നേട്ടം, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ 1000% മുകളിൽ നേട്ടം നേടിക്കൊടുത്ത ഒരു സ്റ്റോക്കാണ്. മാത്രമല്ല ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഏകദേശം കറക്റ്റ് ഒരു വർഷം മുമ്പ് 90 രൂപ താഴെ റേഞ്ചിൽ നിൽക്കുന്ന ഈ സ്റ്റോക്ക് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ 1000% അടുത്ത് വളർച്ചയാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് റീസെൻ്റ്ലി വന്നിരുന്നു. ക്വാർട്ടർ റിസൾട്ട് വളരെ നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു കമ്പനി കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്റ്റിൽ ഇറ്റ്സ് ഒരു ബൈയിങ് റേഞ്ചിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു ലോങ് ടൈമിലേക്ക് ഇനിയും ഒരു ഗ്രോത്ത് ഈ ഒരു കമ്പനിയിൽ നിലവിലെ വിലയിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020 ഏപ്രിൽ, ഇപ്പോൾ ഒരു ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ 4 വർഷം മുമ്പ് ഈ ഒരു സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 6 രൂപ റേഞ്ചിലാണ് നിന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ വർഷം നമ്മൾ 2023 മെയ് ടൈമിൽ ഈ സ്റ്റോക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് 66 രൂപ റേഞ്ചിലാണ്. എന്നാൽ ഇന്ന് ആ സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 662 രൂപ റേഞ്ചിലാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ബെറ്റർ പെർഫോമൻസ് തന്നെയാണ്. തുടർന്നും ഈ സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും കാണാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ പൊട്ടൻഷ്യലും ഒരു കമ്പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിൽ നമുക്കിത് ഒരു ബൈയിങ് കൺസിഡറേഷനിൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പവർ ഫർണസ് റെക്ടിഫയർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ അതിൽ ഡിസ്ട്രിബ്യൂഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതായത് 1200 kV വരെയുള്ള പവർ ട്രാൻസ്ഫോമേഴ്സ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയാണ്. വേൾഡ് ഒട്ടാകെ പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സും ഫർണസ് ട്രാൻസ്ഫോമേഴ്സും റെക്ടിഫയർ ട്രാൻസ്ഫോമേഴ്സും ഷൻ റിയാക്ടേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഏകദേശം 16,000-ത്തിൽ കൂടുതൽ ഇൻസ്റ്റാളേഷൻസ് വേൾഡ് വൈഡായിട്ട് നടത്തിയിട്ടുണ്ട്. ഏകദേശം 25-ലധികം രാജ്യങ്ങളിലോളം പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഒരു നോക്കാവുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് എന്ന് നമുക്ക് എടുത്തു പറയാം. കാരണം റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതായത് അതിൻ്റെ മെയിൻ ഓപ്പറേഷനിൽ നിന്ന് നേടിയിട്ടുള്ള വരുമാനം 500 കോടി രൂപ, അതായത് 18% ഗ്രോത്താണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എബിറ്റയിലാണെങ്കിൽ 65 കോടി, അതായത് 112% ഗ്രോത്ത്. എബിറ്റ മാർജിനിൽ 12.9% ഗ്രോത്ത്. പാറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലാണെങ്കിൽ 36 കോടി, അതായത് 306% ഗ്രോത്ത്. പാറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ 7.2% ഗ്രോത്താണ് ക്വാർട്ടർ വൈസ് നമ്മൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇയർ ഓൺ ഫിനാൻഷ്യൽ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ റവന്യൂവിൽ ഏകദേശം 117% ഗ്രോത്ത്, എബിറ്റയിൽ 9% ഗ്രോത്ത്, എബിറ്റ മാർജിനാണെങ്കിൽ 10%, പാറ്റിലാണെങ്കിൽ 12%, പാറ്റ് മാർജിൻ 3.2%. അതിൽ ചെറിയൊരു ഡിപ്പ് വന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ നോക്കുമ്പോൾ 7% ഡിക്ലൈനാണ്. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സവിശേഷത, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് ഇനിയും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ കറൻറ്റ് പ്രൈസിൽ നിന്ന് മൂവ്മെൻ്റ് ഉണ്ട് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു ബുക്ക് ഓർഡർ വാല്യൂ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ഇനി മുന്നോട്ട് അവർ ഹോൾഡ് ചെയ്യുന്നതുമായിട്ടുള്ള ബുക്ക് ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ റിസൾട്ട് കൂടുതൽ ഒരു ഭംഗിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ റീസെൻറ്റ് റിസൾട്ടുകൾ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ROCയുടെ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ഓർഡർ ഇൻഫ്ലോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഹയസ്റ്റ് ഓർഡർ ഇൻഫ്ലോ ആണ് ഈ ഒരു വർഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 250 കോടി രൂപയുടെ ഒരു ഓർഡർ ഇൻഫ്ലോ ഈ ഒരു കമ്പനിയുടെ കൈവശമുണ്ട്. അതിൽ തന്നെ ഏകദേശം 11% എക്സ്പോർട്ട് ഓർഡേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള മാർച്ച് 31, 2024 ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ അൺഎക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ബുക്ക് ഓർഡർ എന്ന് പറയുന്നത് തന്നെ ഏകദേശം
2500 കോടി രൂപയുടെ അടുത്ത് വരും. ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും റിസൾട്ടുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ടോട്ടൽ എൻക്വയറി ഓർഡേഴ്സ് എന്ന് പറയുന്നത് 17,000 കോടി രൂപയുടെ മുകളിൽ വരും. അതൊരു നെഗോസിയേഷൻ സ്റ്റേജിലാണെന്ന് അവരുടെ റീസൺ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പവർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കേസിൽ കൂടുതൽ ഒരു ഗ്രോത്ത് കൈവരിച്ചു എന്നുള്ളതാണ്. അതായത് 220 kVക്ക് മുകളിലുള്ള പവർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കേസിൽ ഈ ഒരു കമ്പനി ഇന്ത്യയിലെ ഒരു മേജർ ബ്രാൻഡായിട്ട് വളർന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയൊരു കാര്യം. കാരണം അവരുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 2019 അവരുടെ ഒരു ഷെയർ വാല്യൂ 220 kVക്ക് മുകളിലുള്ള പവർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു ഷെയർ വാല്യൂ നോക്കുകയാണെങ്കിൽ അതിപ്പോൾ 57% അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് വലിയൊരു ഗ്രോത്താണ് കൈവരിച്ചത്. കാരണം 220 kVക്ക് താഴെ എന്ന് പറയുന്നത് ഒത്തിരി അൺഓർഗനൈസ്ഡ് കമ്പനീസ് ഉള്ള ഒരു മേഖലയാണ്. പക്ഷേ 220 kVക്ക് മുകളിൽ എന്ന് പറയുന്നത് അവിടെ സ്പെഷ്യലൈസേഷൻ ആവശ്യമുണ്ട്. ആ ഒരു സെക്ടറിലെ ഗ്രോത്ത് ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെയധികം പൊട്ടൻഷ്യലാണ്. അതുപോലെ തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീൻ എനർജി ട്രാൻസ്ഫോമേഴ്സിനെ ഈ കമ്പനി റീസെൻ്റ്ലി ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി സെക്ടറിൻ്റെയും ഗ്രീൻ എനർജി സെഗ്മെൻറ്റിൻ്റെയൊക്കെ ഗ്രോത്ത്, ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് നമുക്ക് ഇവിടെ എടുത്തു പറയാവുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഈ കമ്പനീനെ സംബന്ധിച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്പോർട്ടിൽ കൃത്യമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇൻക്രീസ് വരുത്തുന്നുണ്ട്. അതായത് കൂടുതൽ മാർക്കറ്റുകൾ നേടിയെടുക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അവർ ഒരു വിഷൻ പറയുന്ന നിയർ ടൈം 27 ആകുമ്പോൾ 20-25% അടുത്ത് നിലവിലെ 11% നിന്ന് കൂടും എന്നുള്ളതാണ് അവരൊരു കാൽക്കുലേഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഇൻഓർഗാനിക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിനെ അവർ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എബിറ്റ മാർജിൻ എന്ന് പറയുന്നത് 12-13% ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതുപോലെ കമ്പനിയുടെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് റീസെൻ്റ്ലി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേസിൽ നിന്ന് ഈ ഒരു കമ്പനിക്ക് പ്രൊജക്റ്റുകൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നു. അത് നല്ലൊരു ബെനിഫിഷ്യലായിട്ട് ഈ കമ്പനീനെ സംബന്ധിച്ച് മാറിയിട്ടുണ്ട്. അവരുടെ റിസൾട്ടുകളിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഔട്ട്ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു CAGR ഗ്രോത്ത്, ഇന്ത്യൻ ട്രാൻസ്ഫോമേഴ്സ് മാർക്കറ്റിൻ്റെ ഒരു CAGR ഗ്രോത്ത് എന്ന് പറയുന്നത് 14% മുന്നോട്ട് കാണുന്നത്. അതിൽ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഡിമാൻഡ് ഗ്രീൻ എനർജി സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ റെയിൽവേസിലും ഹൈ സ്പീഡ് ട്രെയിൻ സെക്ടേഴ്സിലും കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഈ ഒരു കമ്പനീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കമ്പനി പുതിയ പ്രൊഡക്റ്റുകളിൽ ഇന്നോവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ഒരു നേട്ടമാണ് വേൾഡിലെ ഫസ്റ്റ് 420 kV എസ്റ്റഫ് ഫ്ലൂയിഡ് ഫീൽഡ് ഷണ്ട് റിയാക്ടർ ഡിസൈൻ ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും ചെയ്ത കമ്പനിയാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ ഒരു മാനേജ്മെൻറ്റ് ടീം നോക്കുകയാണെങ്കിൽ പോലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് ഈ ഒരു കമ്പനീനെ ലീഡ് ചെയ്യുന്നത്. ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. എന്നിരുന്നാലും തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു പ്രോപ്പർ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്റ്റോക്കിനെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏകദേശം 662 രൂപ റേഞ്ചിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നിരുന്നാലും ഒരു കറക്ഷനിൽ ബൈ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലോങ് ടൈമിലേക്ക് നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങളുടേതായ ഒരു അനാലിസിസ് കൂടി നടത്തുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.